നമസ്കാരം. EMT ഗ്ലോബൽ പ്രസൻസ് ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ. കേളി കലാ സാംസ്കാരിക വേദി 18ാം വാർഷികം കേളി ദിനം 2019 ആഘോഷിച്ചു. ഗദ അൽ മുസ്തശാർ ഓഡിറ്റോറിയത്തിൽ ആഘോഷ പരിപാടിയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കേളി പ്രസിഡന്റ് ദയാനന്ദൻ ഹരിപ്പാട് അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ സെബിൻ ഇക്ബാൽ ആമുഖ പ്രഭാഷണം നടത്തി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ MLA സൈമൺ ബ്രിട്ടോയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കേളി കേന്ദ്ര കമ്മിറ്റി അംഗവും കേന്ദ്ര സാംസ്കാരിക വിഭാഗം കൺവീനറുമായ TR സുബ്രഹ്മണ്യൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. RR പ്രവാസി സംഘം രക്ഷാധികാരിയും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും ലോക കേരള സഭ അംഗവുമായ കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേളി സെക്രട്ടറി ഷൗക്കത്ത് നിലമ്പൂർ സ്വാഗതവും സംഘാടക സമിതി കൺവീനർ സുനിൽ സുകുമാരൻ നന്ദിയും പറഞ്ഞു. കേളി ദിനവുമായി സഹകരിച്ച മറ്റ് പ്രായോജകരുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കേരള സർക്കാരിന്റെ മലയാളം മിഷൻ സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ കേളി കുടുംബവേദി നടത്തിയ സാക്ഷരതാ തുടർ പഠന ക്ലാസിനു നേതൃത്വം നൽകിയ കുടുംബവേദി പ്രവർത്തകരെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. വിവിധ ഏരിയകളിൽ നിന്നുള്ള കേളി അംഗങ്ങളും കുട്ടികളും കേളി കുടുംബവേദി പ്രവർത്തകരും പങ്കെടുത്ത വിവിധ കലാപരിപാടികളും വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി അരങ്ങേറി. സുനിൽ സുകുമാരൻ കൺവീനറും സെബിൻ ഇക്ബാൽ ചെയർമാനുമായ സംഘാടക സമിതിയും വിവിധ സബ് കമ്മിറ്റികളും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ടുഡേ, റിയാദ്. ശബരിമലയുടെ പേരിൽ തെരുവുകൾ കലുഷിതമായത് കേരള വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. കലാപത്തെക്കുറിച്ചറിഞ്ഞ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി അറബ് വിനോദസഞ്ചാരികൾ യാത്ര റദ്ദാക്കി. ടൂർ ഓപ്പറേറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നൽകുന്ന സൂചന ഈ സാഹചര്യം കേരള ടൂറിസത്തിന് വൻതോതിൽ തിരിച്ചടിയാവുമെന്നാണ്. ലോകമാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അക്രമ വീഡിയോകളുമാണ് അറബ് സഞ്ചാരികളെ ഭയപ്പെടുത്തുന്നത്. കേരളം ഒട്ടും സുരക്ഷിതമല്ലാതായി എന്നാണ് ബുക്കിംഗ് റദ്ദാക്കാൻ സൗദി കുടുംബങ്ങൾ കാരണമായി പറഞ്ഞതെന്ന് ട്രാവൽ ഏജൻസി വൃത്തങ്ങൾ പറയുന്നു. കലുഷിത സാഹചര്യത്തിൽ കൊച്ചിയിലും കേരളത്തിന്റെ ഇതര പ്രദേശങ്ങളിലുമുള്ള സൗദി പൗരന്മാർ ജാഗ്രത പുലർത്തണമെന്ന് മുംബൈയിലെ സൗദി കൗൺസിലേറ്റ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയതും ഈ പശ്ചാത്തലത്തിലാണ്. ഇതുകൂടിയായതോടെ ആശങ്ക പെരുകി. കേരളത്തിലേക്ക് പോകാൻ ബുക്കിംഗ് നടത്തിയ നിരവധി സൗദി കുടുംബങ്ങൾ യാത്ര റദ്ദാക്കി. പകരം തിരഞ്ഞെടുത്തത് ശ്രീലങ്കയും ഇന്തോനേഷ്യയുമാണ്. ഇന്ത്യൻ സോഷ്യൽ ഫോറം റിയാദ് കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിൽ പാർട്ടിയിലേക്ക് പുതുതായി വന്ന പ്രവർത്തകർക്ക് സ്വീകരണം നൽകി. സാത്ത് ചലോ ദേശ് ബച്ചാവോ എന്ന ക്യാപ്ഷനിൽ ഒരു മാസം നീണ്ടുനിന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും പുതുതായി 843 പേർ സോഷ്യൽ ഫോറം അംഗത്വം നേടി. സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 1300 പുതിയ പ്രവർത്തകർ പാർട്ടിയിലേക്ക് കടന്നുവന്നു. പ്രസ്തുത ക്യാമ്പയിന്റെ ഭാഗമായി പാർട്ടിയിലേക്ക് പുതുതായി വന്ന പ്രവർത്തകർക്ക് ജനുവരി 4 വെള്ളിയാഴ്ച രാവിലെ നൂർമാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്വീകരണം നൽകി. സോഷ്യൽ ഫോറം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഹാരിസ് മംഗലാപുരം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് പ്രസിഡന്റ് നൂറുദ്ദീൻ അധ്യക്ഷനും ഫ്രട്ടേണിറ്റി ഫോറം സോണൽ പ്രസിഡന്റ് ബഷീർ ഈങ്ങാപ്പുയ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ഹാരിസ് വാവാട് വിഷയം അവതരിപ്പിക്കുകയും അൻസാർ ചങ്ങനാശ്ശേരി ആമുഖ പ്രഭാഷണവും മുഹിയുദ്ദീൻ മലപ്പുറം നന്ദിയും പറഞ്ഞു. സാത്ത് ചലോ ദേശ് ബച്ചാവോ എന്ന ക്യാമ്പയിനിൽ പുതിയതായി കടന്നു വന്ന ഇന്ത്യൻ സോഷ്യൽ ഫോറമിന്റെ പുതിയ എല്ലാ പ്രവർത്തകർക്കും സെൻട്രൽ കമ്മിറ്റിന്റെ വക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന അധസ്ഥിത പിന്നോക്ക മർദ്ദിത ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ മനസ്സുകളിൽ ഒരു വെള്ളി നക്ഷത്രമായിട്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ പിറവി നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും വ്യതിരിക്തമായിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനവുമായിരിക്കണം നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത്. ന്യൂസ് ടുഡേ, റിയാദ്. സൗദിയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതിയിൽ വർധന. 10 മാസത്തിനിടെ സൗദി അറേബ്യ വിദേശങ്ങളിൽ നിന്ന് 1000-ലേറെ കോടി റിയാലിന്റെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഇറക്കുമതി ചെയ്തു. 2018 ജനുവരി 1 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കാലയളവിനുള്ളിൽ സൗദിയിലേക്ക് 1020 കോടി റിയാലിന്റെ സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ് എത്തിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലാണിത്. 10 രാജ്യങ്ങളിൽ നിന്നായാണ് ഇറക്കുമതി. കൂടുതൽ ഇറക്കുമതി UAE-യിൽ നിന്നുമാണ്. 830 കോടി റിയാലിന്റെ ഇറക്കുമതി. രണ്ടാം സ്ഥാനം സ്വിറ്റ്സർലാൻഡിനാണ്. 84.9 കോടി റിയാലിന്റെ ഇറക്കുമതി.
മൂന്നാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും 53.8 കോടി റിയാലിന്റെയും ബ്രിട്ടനിൽ നിന്ന് 39.4 കോടി റിയാലിന്റെയും അമേരിക്കയിൽ നിന്ന് 7.7 കോടി റിയാലിന്റെയും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഇറക്കുമതി ചെയ്തു. ഈജിപ്തിൽ നിന്ന് 1.5 കോടി റിയാലിന്റെയും പാകിസ്ഥാനിൽ നിന്ന് 79 ലക്ഷം റിയാലിന്റെയും സിംഗപ്പൂരിൽ നിന്ന് 69 ലക്ഷം റിയാലിന്റെയും തുർക്കിയിൽ നിന്ന് 37 ലക്ഷം റിയാലിന്റെയും ബഹ്റൈനിൽ നിന്ന് 30 ലക്ഷം റിയാലിന്റെയും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കഴിഞ്ഞ കൊല്ലം ഇറക്കുമതി ചെയ്തു. 2017 ഇതേ കാലയളവിൽ 980 കോടി റിയാലിന്റെ സ്വർണ്ണ ബിസ്ക്കറ്റുകളാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഒക്ടോബർ അവസാനം വരെയുള്ള കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ 12 ലക്ഷം റിയാലിന്റെ സ്വർണ്ണാഭരണങ്ങളും രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തു. അമേരിക്കയിൽ നിന്നാണ് ഈ ഇനത്തിൽപ്പെട്ട ആഭരണങ്ങൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. 10 ലക്ഷം റിയാലിന്റെ ഇത്തരം ആഭരണങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. ഇതേ ഇനത്തിൽപ്പെട്ട 2.5 ലക്ഷത്തോളം റിയാലിന്റെ ആഭരണങ്ങൾ 10 മാസത്തിനിടെ സൗദി അറേബ്യ വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ ആഭരണങ്ങൾ കയറ്റി അയച്ചത് ഇറ്റലിയിലേക്കാണ്. ന്യൂസ് ടുഡേ, റിയാദ്. സമൂഹ മാധ്യമങ്ങളിൽ മലയാളികളെ തമ്മിലടിപ്പിക്കാൻ ഗൂഗിൾ. ഇന്ത്യയിലെ മോശം മുഖ്യമന്ത്രി ആരാണെന്ന ചോദ്യത്തിന് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ നൽകിയ മറുപടി പിണറായി വിജയനാണെന്ന വാർത്തക്ക് സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരമാണ് ലഭിച്ചത്. ശബരിമല വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വാർത്ത കേരളത്തിന് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്നാൽ ബാഡ് മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിനു മാത്രമല്ല, ബെസ്റ്റ് മുഖ്യമന്ത്രി ആരെന്ന സെർച്ചിനും ഗൂഗിൾ നൽകുന്ന ഉത്തരം പിണറായി വിജയൻ എന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിക്കിപീഡിയ പേജാണ് സെർച്ച് റിസൾട്ടിൽ ഒന്നാമതായി വരുന്നത്. വിചിത്രമായ സെർച്ച് റിസൾട്ട് ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ പുതുമയല്ല. 10 പ്രധാന കുറ്റവാളികളുടെ ചിത്രത്തിൽ ഗൂഗിൾ ഈയിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ഉൾപ്പെടുത്തിയിരുന്നു. ബാഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന ഉത്തരമാണ് ഗൂഗിൾ ഇപ്പോൾ നൽകുന്നത്. ഗൂഗിൾ സെർച്ചിന്റെ മറവിൽ കുപ്രചാരണം നടത്തുന്നുവെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവരും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്.